എന്നെ കൊല്ലും. എന്റെ മക്കളെ വളർത്തും പോലെ ഞാൻ വളർത്തിന്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് കൊലരാവൻ നിന്റെ അച്ഛനാണ്. ആളം എന്താ വേണ്ട ദൈവമേ. എന്നെ കളിപ്പിക്കാൻ കണ്ടോ? എന്നെ പോലെ അഞ്ചെട്ടെണ്ണത്തിനെ നോക്കിയാണ് ഞാൻ. എന്താ കിടന്ന് കളിക്കണേ? ഇങ്ങോട്ട് വായ പശു അങ്ങട്. അവിടെ ചെന്ന പാടത്തെന്നാ പുല്ല് കിട്ടൂല എനിക്ക്. എന്ത് ജാതി സാധനം അത് ഓണം വരുന്നേ. ഏയ് അവിടെ അവിടെ ഹലോ. ആ ഇങ്ങടെ എന്താ കോട്ടണ് ഈ ജന്തു? ആ ഹലോ, എന്താ പറഞ്ഞേ? ഞാനുണ്ടല്ല ഇങ്ങോട്ട് വാങ്ങി. അല്ല ഇവിടെ പറഞ്ഞാണ്. ആ പറഞ്ഞോളി. ആര്? ഉണ്ണിക്കുട്ടനോ? ആശാരിപ്പണി ഒന്നല്ലക്ക് ഞാൻ ആശാരി. നിങ്ങൾ ഈ നേരമില്ലാത്ത നേരത്ത് മനുഷ്യനെ വിളിച്ച് വട്ടം ചിരിക്കണ 100 കൂട്ടം പണിയാ എടുക്കണത് ഇവിടെ. വേറെ ആരെയാണ് വിളിച്ചേക്കണേ? ആ വെച്ച് പോവും. എന്താ ജന്തു? പോയാ ബാജാങ്കട എന്താണ് പോർന്ന് അജ്ജാലെ? എന്താണാകട്ടെ എനിക്കേറെ ജീവിക്കണ്ടു. നിന്റെ പശു കൊണ്ട് നമുക്കൊന്നും ജീവിക്കണ്ടേ? ഞാൻ വാഴ വെച്ചിട്ടാ ജീവിക്കുന്നു. എന്താണ്? എന്റെ രണ്ടാമത്തെ വാഴയും പോയി. കൂമ്പറഞ്ഞോ? നിന്റെ പശു തിന്ന്. ഇന്റെ പശു എങ്ങനെ നിങ്ങളോർത്ത വായ തിന്നണേ? നിന്റെ പശു എല്ലാവരും പശു അവിടെ വരുന്നില്ലേ? ഇതൊക്കെ മനസ്സിലായില്ലേ? ഞാൻ എന്റെ പശുവിനെ പാർത്തല്ലേ കെട്ടണേ. എന്റെ പറമ്പില് വാഴ തിന്നു പശു ആടുന്ന ഇളകിയിട്ട് എന്നാ വേലി കെട്ടിണ്ടാവില്ല. നിങ്ങള് വേലി കെട്ടിക്കോളി. വേലി കെട്ട പൈസ വേണ്ടേ? നീ പൈസ തരുവാ? അത് ശരി. നിങ്ങക്ക് പൈസ ഇല്ലാത്തതിനിപ്പോ എന്റെ പശുവിനെ ഞാൻ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെക്കേ വെച്ചിട്ട്. പശുവിനെ പിന്നെ ഉറപ്പിൽ കെട്ടണ്ടേ? അങ്ങനെ ഉറപ്പിലൊക്കെ തന്നെ കെട്ടിയേക്കണേ. എന്തിപ്പോ ഒരു വായന്റെ അല്ല ഒരു പശു ഒന്ന് വായന്റെ തലപ്പൊന്ന് കടിച്ചതിനോ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരണ്ടേ? എന്നാ 150 എടുത്തോളി. ഒരു വായലൊക്കെ എന്റെ മക്കളെ പോറ്റും പോലെ ഞാൻ അതിനെ പോറ്റി അറിയാം. എന്റെ പശുവിനെ ഞാൻ അങ്ങനെ തന്നെ വളർത്തണതേ. അത് ശരി. അതിന് തിന്നാൻ കൊടുക്കണ്ടേക്ക്. അപ്പൊ നഷ്ടപരിഹാരം തരില്ല? നഷ്ടപരിഹാരം തരാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? ഞാൻ എന്റെ പശുവിനോട് പോയിട്ട് ഇവരോർത്ത വായന്നോളി, രാഘവട്ടന്റെ വായന്നോളി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഞാൻ വെറുതെ എന്നോട് വർത്താനം പറയണ്ടേ? ഞാൻ ഇതിന് നിയമം ഉണ്ടോക്കട്ടെ? ഒരു പശു വായന്റെ അല്ല ഒരു ലേസം കടിച്ചതിന് നിങ്ങൾ നഷ്ടപരിഹാരം ചോദിച്ചത്ര നാണല്ല ഞങ്ങൾക്ക്. 2 വാഴയാന്നിപ്പോ തിന്ന് നിന്റെ 2 വട്ടം ചാണകം കൊണ്ടുപോയിക്കോളി. ഇത് ചാണകം ആയിക്കോട്ടെ വേണം. എനിക്ക് പൈസ കൊടുത്ത് ചാണകം കിട്ടും. അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തിപ്പോ തരണ്ട്? ഞാൻ എഴുതി തരണോ? അതിന്റെ ഫോണാണ് നിങ്ങൾ പോയക്കാളിന്ന് നടന്ന് ചിലക്കാണ്ട് അല്ല വാർത്താനം പറയുന്നത് നിങ്ങൾ. മുടി മീശൊക്കെ കറുപ്പ് പെയിന്റും അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കാം മമ്മൂട്ടണമായിരിക്കും. ഒരു വാഴയുടെ കണക്ക് മറ്റും നഷ്ടപരിഹാരം കൊടുക്കണത് മൂപ്പിക്ക്. നഷ്ടപരിഹാരം ആൾക്കാർ ഭരിച്ചിട്ട് കിട്ടില്ല നഷ്ടപരിഹാരം. പിന്നെയാണ് എന്നാടെ കുഴപ്പം? എന്റെ രണ്ടാമത്തെ വാഴയും പോയി. രണ്ടാമത്തെ വായ പൊരിച്ചുകൊണ്ടുപോയ പോയേക്കാ? ഇല്ല, ഓന് പശു തിന്നൂന്ന്. എന്നിട്ടിപ്പോ എന്തായി? പറ. ഞാൻ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. ഒന്ന് തരൂലെന്ന് പറഞ്ഞു. ഒരു ഉറുപ്പേരില്ല. ഞാൻ ഇതിന്റെ ഒക്കെ പാർട്ടിയുടെ സംഭാവനക്ക് പോയി 10 പൈസ തന്നിട്ടാ. മാത്രമല്ല നമ്മുടെ ഒരു അപമാനിക്കലും. തോറ്റാലും ഞാൻ മെമ്പറല്ലേ അല്ലേ? ഇപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറ. മുഖ്യമന്ത്രിനെ വിളിക്കടാ. വേണ്ട, ചെറിയൊരു വായന പ്രശ്നം നമുക്ക് അങ്ങോട്ട് കിടക്കണ്ട. ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. അല്ല, അതിന് വേണ്ടിട്ട് തന്നെ ഒരു കടലാസിൽ പരാതി എഴുതി കൊടുക്കാൻ പറ്റുമോ? വേറെ ഒന്നും വേണ്ട. അങ്ങനെ വിടാൻ പാടില്ലല്ലോ. നിങ്ങളെ വായല്ലേ, ഓന്റെ പശുവല്ലേ വന്ന് തിന്നത്. അപ്പൊ നമ്മൾ വിടാൻ പാടില്ല. നമ്മൾ പ്രതിഷേധിക്കണം. ഓന് എത്ര പശു? ഓന് എത്ര പശുണ്ടെന്ന് എനിക്കറിയില്ല. 6 പശുണ്ട്. എന്റെ ആടെ കളി എന്റെ രാഘവട്ടാ. ഈ മെമ്പർ സ്ഥാനം തോറ്റ എത്ര വോട്ടിനാന്നറിയാം എനിക്ക്? 2 വോട്ടിന്. ഓനും ഓന്റെ ഭാര്യ എനക്ക് വോട്ട് ചെയ്തില്ല. ചെയ്യില്ല കള്ളൻ. കളി മാറും. പരാതി അങ്ങോട്ട് എഴുത്താരാ. ബാക്കി ഞാൻ ഏറ്റു വിടൂല. നിങ്ങ എന്റെ പേര് ഞാൻ തരാം. അതോടെ വേണമെങ്കിൽ തരാം. അപ്പൊ വരണ്ടല്ലോ. വാ, വീട്ടിൽ പോയിട്ട് പോവാ.
എവിടെ ഇപ്പൊ പോയി കിടക്കണേ ഇത്തിരി വെള്ളം ചോദിച്ചാ ആരൊക്കെ ആ വെള്ളം കൂടെ എടുക്കേ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല അതിന് ഇത്തിരി വെള്ളം കാട്ടി കാണി ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു എവിടുന്നാ ചെക്കൻ്റെ ചെക്കൻ്റെ അല്ലേ എന്താ ഏത് കണ്ണുപിടിക്കാനുള്ളത് എവിടുന്ന നോക്കിയവനെ എവിടുന്നത് ഇത് പഞ്ചായത്തിൽ നിന്നാണ് പഞ്ചായത്തുനിന്നോ ആ പഞ്ചായത്തുനിന്ന് ഇപ്പൊ എന്താണ് പത്ത് വരെ ഇല്ലല്ലോ അത് എന്താ ജിക്കണേ ഈ കത്ത് വായിച്ചിട്ട് ഈ തിരിച്ചൊന്നുണ്ടോ ഇല്ല അതിലെന്താണ് ചങ്ങായി ഇത് മണി ഓർഡർ ഒന്നല്ല അത് ശരി ഈ നിലക്കാണ് വണ്ടി പോണത് എന്താപ്പത് സ്ഥിതി എന്റെ പണി കഴിയട്ടെ എന്നിട്ടാവാ ബാക്കി ഇവിടെ നിന്ന് വെള്ളം ചോദിച്ചിട്ട് എന്താ ചിരിക്കണേ ഈ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റ് തന്നെ ഇപ്പൊ ഉണ്ടാ പിന്നെ ഇപ്പൊ ഒരു പോസ്റ്റ്മാൻ വന്നില്ലേടാ നമ്മടല്ലേ പോയാണ്ട് ഒന്ന് കാണുന്നതായി അതെ ആ അപ്പ അങ്ങോട്ട് പോയുള്ളൂ അതല്ലേ അല്ലല്ല എന്തിനാണോ വന്നേ ഓ വന്നത് അപ്പൊ ഒരു കത്ത് എന്റെ ഉണ്ണി ഒന്നും പറയണ്ടതല്ല പഞ്ചായത്തുനിന്നേ ഒരു കത്ത് വന്നേക്കാണ് ഇതൊന്ന് ആലോചിച്ച് നോക്കാം എന്താ നോക്കിയേ ഇതാ 6 പശു ഒരാൾക്കുള്ള പ്രശ്നം പറയണേ ഓ അത് ശരി അതല്ലേ ആ പ്രശ്നാണ് അതെന്താ പ്രശ്നം ആരുടെ പ്രശ്നം ഉണ്ടാവില്ലേ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് വീട്ടിലിപ്പോ 1 പശു 2 പശു 3 പശു ഒക്കെ വല്ലവർക്കും ഉണ്ടല്ലോ ഇവിടെ 1-2 പശു കൂടിപ്പോയി അതെന്താ അത്ര വലിയ പ്രശ്നം അത് പ്രശ്നാണ് അതൊരു പ്രശ്നമുണ്ട് ഇപ്പൊ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒരു നൂലാമാലയുണ്ട് ഇതെന്തിപ്പോ ചെയ്യുന്നപ്പോ പേടിക്കാനൊന്നുമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങളെ പഞ്ചായത്ത് പോയി കാര്യം അന്വേഷിക്കാലോ പോയി അന്വേഷിക്കണല്ലേ ഞാനിത് അന്വേഷിക്കുന്നതായിരുന്നു 2 ബോട്ടിലെ തോറ്റുപോയത് ഇനിയിപ്പോ എനിക്കറിയാലോ നമ്മളിപ്പോ കാലങ്ങളായിട്ട് ആ ഒരു പാർട്ടിയിൽ വോട്ട് ചെയ്യുന്നോണ്ട് അങ്ങനെ ചെയ്താണ് അല്ലാണ്ട് എന്നോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ അത് സാരില്ല അതിപ്പോ എന്തെങ്കിലും ഒരു സഹായം പറഞ്ഞാട്ടോ ഇതിപ്പോ എന്താ ചെയ്യണ്ട ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതായാലും പഞ്ചായത്ത് പോയി ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അവര് ചില കാര്യങ്ങൾ പറയുമല്ലോ പോയിട്ട് വാ എന്നാ എന്റെ ശരി ആയിക്കോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സഹായം ഒരു പ്രശ്നമില്ല പക്ഷെ പ്രശ്നമാണ് അതെ 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 എന്നാ ശരി 2 വോട്ടിനാണ് നമ്മൾ തോറ്റത് അന്ന് വോട്ട് ചെയ്തിട്ട് നമ്മളിന്ന് മെമ്പർ കിട്ടിക്കും അങ്ങനെ വിടൂല ഞാനേ എന്റെ പേര് കോയാന്നാണ് ഞാന് മറ്റേ ഈ പശുവിനെ വളർത്തണ്ടേ അപ്പൊ അതങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ കൂടെ ഇവിടുന്ന് വന്നാണ് എന്തപ്പ അതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാണ് ഞാനേ അത് വിഷയമാണുള്ളത് എന്തത് വിഷയോ പശുക്കൾ എത്ര ഉണ്ട് വീട്ടില് 6 അപ്പൊ ഇങ്ങനെ വിവരമൊന്നും അറിയില്ല അങ്ങക്ക് എന്താണ് അതായതേ ഈ വീടുകളിൽ നമുക്ക് 5-ലേറെ പശുക്കളെ വളർത്താൻ പാടില്ല അങ്ങനെ നിയമമുണ്ട് 5 പശുക്കളെ വരെ വളർത്താം 5-ലേറെ പശുക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അതിന്റെ ഇതൊക്കെ എടുക്കണം ലൈസൻസ് എടുക്കണം പൊന്നാല് സാറേ നിങ്ങളതൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി തരാം ഇപ്പൊ ഈ 5 പശുവിനെ വളർത്തുമ്പോ ഒരു കുഴപ്പമില്ല പിന്നെ ഇപ്പൊ ഒരു 6ാമത്തെ ഒരു പശു വന്നപ്പോ എന്താണ് ഇപ്പൊ അതിന് കുഴപ്പം അല്ല അതാണ് കുഴപ്പം ഇതിപ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ പശുവിന്റെ ചാണകവും മൂത്രമൊക്കെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നമാവും അതൊക്കെ വലിയ നിയമമാണ് 5 ആവുമ്പോഴും ഉണ്ടാവില്ല ഇത് അല്ല അത് അങ്ങനെ ഒരു ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ ഒരു വീട്ടിൽ 5-8 കുട്ടികളായിരുന്നു ഇപ്പൊ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും വീട്ടില് ഇപ്പൊ എല്ലാ വീട്ടിലും 2 കുട്ടികളോ നാം 1 നമുക്ക് 2 എന്നാണ് നിയമം അതിനിത് എന്റെ ഭാര്യ പ്രസവിക്കണല്ല
പശു പ്രസവിച്ചിട്ട് അവറ്റനെ ഞാൻ തീറ്റി പോറ്റാണ്. അതെ, നിങ്ങൾ കൂടുതൽ വർത്താനത്തിൽ നിൽക്കണ്ട. 5-ലേറെ പൈക്കളെ നിങ്ങൾക്ക് പോറ്റണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കണം. എന്തെന്നാ അതിനൊക്കെ ഒരു മകനൊക്കെ പറയാ. സാറേ നിങ്ങൾ വിചാരിച്ചത് അല്ലാതെ നീ സാറെന്തെങ്കിലും വിചാരിക്കണം. സാറേ ഇയാളെ കോയാന്നാണ് പേര്. സാറ് നിങ്ങളൊന്ന് കേക്ക്. ഞാൻ ഒരു പശുവിനെ വളർത്തിയിട്ട് കുടുംബം പറ്റുന്ന ഒരാളാണ്. എനിക്കിപ്പോ ഒരു പശുവും കൂടി ഇപ്പൊ പ്രസവിച്ചപ്പോ അതിനെ പോറ്റി വളർത്താണ്ട് പറ്റൂലല്ലോ. 5 പശു ഉണ്ടായിരുന്നപ്പോ അത് 6 ആയി. അപ്പൊ 6 വെച്ചാ പറ്റൂല, ലൈസൻസ് വേണമെന്നൊക്കെ പറയണേ. 5 പശു വരെ നിങ്ങൾക്ക് വളർത്താൻ കുഴപ്പമില്ല. പക്ഷെ ഒരെണ്ണം കൂടി കൂടിക്കഴിഞ്ഞാൽ അത് വ്യവസായമായിട്ട് പരിഗണിക്കും. എന്താ സാറ് ഈ പറഞ്ഞു? ഞാൻ അയൽപക്കത്ത് 4 വീടുകളിൽ പാല് കൊടുക്കണത്. അപ്പൊ നിങ്ങൾ ഈ വ്യവസായം എന്ന് പറയണേ. നിങ്ങളിപ്പോ ഈ 6 പശുവിനെ വെച്ചിട്ട് എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇൻഡോടെ 6 പശു ഉണ്ട്. ഇപ്പൊ നിങ്ങളെങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇവിടെ കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നു. രാഘവൻ സാറേ, രാഘവൻ എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് കംപ്ലൈന്റ് തന്നില്ലേ? ആ മെമ്പർ ഉണ്ണി ഇവിടെ വന്നിട്ട് അത് ഇയാളാണ്. അതാണ് രാഘവൻ. അത് ചതിയാണ് സാറേ. പിന്നെ ആരായിരുന്നു? ഉണ്ണിയെ. ആ തോറ്റ മെമ്പറോ? മെമ്പർ തോറ്റ മെമ്പർ ഉണ്ണിയോ? ആ വന്നിയോ? അല്ലാണ്ട് എന്റെ ഉള്ളൊന്നും വന്നാണ്. ഞാൻ അറിയാണ്ട് ഞാൻ പറയട്ടെ സാർ, ഇത് ചതിയാണ് കേട്ടോ. ഇത് ഇന്നെ ചതിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അല്ല, ചതി എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ 6 പശുക്കളുണ്ടോ? പശുക്കളുണ്ട്. പിന്നെ ഞാൻ പശുവിനെ നോക്കിയിട്ടല്ലേ വളർത്തണേ. എന്റെ കുടുംബം ജീവിക്കണേ. ഒന്നെങ്കിൽ ഒരു പശുവിനായിട്ട് വിറ്റാണ്. ഒരു കാര്യം ചെയ്തോ, നിങ്ങള് പെർമിറ്റ് എടുക്കുക, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക, പിന്നെ ലൈസൻസ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര പശുവിനെ വേണ്ടിച്ച വളർത്താം. ഫാമാണ്. പിന്നെ വീടല്ല. അല്ലിപ്പോ ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സംഗതിക്കൊക്കെ പാടെ എത്ര റുപ്യ വരും? പൈസയൊക്കെ ഇപ്പൊ അതിന് ഒരുപാട് വരും. അതൊന്നും ഇപ്പൊ നോക്കണ്ട കേട്ടാ. പിന്നെ മാത്രല്ല, ഇത് ഫാമൊക്കെ ആയി മാറി കഴിഞ്ഞാൽ അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കണം, ടാക്സ് അടയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. എന്താ ഈ പറഞ്ഞത് സാറെ? ബിറ്റയുടെ പിന്നാലെ തന്നെ നടക്കുന്ന നേരമില്ല. ഇനിയിപ്പൊ അതിന്റെ ഇടക്ക് കൊടുക്കുമ്പോ ഇതെന്താ നിങ്ങള് പറയണേ? നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് ഇപ്പോ ഫാം നടത്തണം എന്നാണെങ്കിൽ നിങ്ങൾ ആ ഫയർഫോഴ്സ് പോയിട്ട് അവിടുന്ന് ഒരു NOC വാങ്ങിച്ചിട്ട് വരും. അത് മണപ്പിന്റെ കൂടെ NOC എടുത്തിട്ട് അവിടെ വാ, ബാക്കി കാര്യം മറ്റേ ഇതിന്റെ അഗ്നിശമന ഇതിന്റെ ഫയർഫോഴ്സിന്റെ പറയണ ഞാൻ തീപ്പെട്ടി കമ്പനി ഒന്നല്ല നടത്തണേ. 4 പശുവിനെ വളർത്തണല്ലോ. നിങ്ങൾക്ക് അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലേ സാറിനൊന്ന് കണ്ട പോലെ കണ്ടാ മതി. പറഞ്ഞാല് അതെ, ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുക. അങ്ങനെ 6 പശു ഇല്ലാന്ന് ചിന്തിക്കേ? അങ്ങനെയല്ലാന്ന്. എന്തെങ്കിലും തുറന്നു പറയും. അല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ സാറാ ശരിയാക്കി തരും. നിങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായി. ഞാൻ സാറേ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഇന്ന സാറായിട്ടൊന്നും കാണണ്ട. അതൊക്കെ ഞാൻ കരുതിയേക്കണു. സാറേ, അതിപ്പോ ഞാൻ ചെയ്യാണ്ടിരിക്കോ? കൊടുത്ത് പറയുമ്പോ പേടിയാവാണേ. ലൈസൻസ് അത് ഇത് ഒക്കെ പറയുമ്പോഴേ നേരത്തെ പറഞ്ഞാൽ മതി. ഇത് ഞാൻ ഇപ്പൊ വെറുതെ എന്തെങ്കിലും ചെയ്യിക്കോ നിങ്ങളെ കൊണ്ട്? അത് ഞാൻ കരുതിയേക്കണേ. പശുപാല് നിങ്ങൾ ആളെ മക്കാറാക്കുക. നിങ്ങൾ എന്താ ഈ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഞങ്ങൾ നിൽക്കണ ആരാന്നറിയാം നിങ്ങൾക്ക്? ഈ ഇരിക്കണം ഞാൻ ആരാന്നറിയാം നിങ്ങൾക്ക്? അതെ, എന്താ സാധനം? ഞാനതിന് കണ്ണും ചാരാനല്ല തന്ന് പാലല്ലേ. ആ പാലാന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. നിങ്ങള് ഫയർഫോഴ്സിന്റെ ഓഫീസിൽ പോയിട്ട് NOC എടുത്തിട്ട് വരും. എന്നിട്ട് എങ്ങനെയാണ് ലൈസൻസ് കിട്ടേണ്ട ആ ബുദ്ധിമുട്ടുകളൊന്നും അറിയണല്ലോ. ശരി, ആയിക്കോട്ടെ. അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് പറ്റൂല. ആയിക്കോട്ടെ സാറേ. പാവപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്ക് വെച്ചാൽ നടക്കന്നല്ലേ. ഇപ്പൊ പാവപ്പെട്ട ആൾക്കാർ 6 പശുവിനെ വളർത്തണം. നിങ്ങളാണല്ലോ പാവപ്പെട്ട ആള്. ഇവിടെ 2 പശുവിനായിട്ട് സുഖമായിട്ട് കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്. അറിയോ നിങ്ങൾക്ക്? അതിനിപ്പോ ഞാൻ എന്ത് വെച്ച് ഒന്നും നോക്കട്ടെ. നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വരും. അല്ലാന്ന് നീ ഞങ്ങളെ കയ്യിലാ ബോള്. ഞങ്ങൾ കളിക്കൂ. നിങ്ങൾ കളിക്കേ കുടിക്കേ എന്താ ചെയ്തു? ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പാല് കിട്ടുന്നത്. പോയാ? പോയി. ഞാനേ ഫയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് വിട്ടിക്കണം. അവിടെ നമ്മളെ സുഗരൻ സാറുണ്ടല്ലോ, വിളിച്ചു പറഞ്ഞു. വിളിച്ചെന്നേക്കാം. പിന്നെ ഡ്രിങ്ക്സ് തുടങ്ങുന്നതിന് മുമ്പ് പൈസ മേടിച്ച് വെക്കിട്ട് വെക്കണം. എന്റെ സാറിന്റെ സ്വഭാവം. നമസ്കാരം. എന്റെ പേര് കോയെന്നാണ്. ഞാൻ ഈ പശുക്കളെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. ഫാമൊന്നല്ല, ഒരു 6 പശു ഉണ്ടായി പോയി ഇപ്പൊ എന്റെ അവിടെ. അത് 6 പശുക്കളെ വളർത്തുമ്പോ ഇൻഡസ്ട്രിയൽ ആയല്ല, അതൊരു വ്യവസായമായിട്ട് മാറും. അപ്പൊ അവര് പറഞ്ഞ ഇവിടുന്ന് എന്താ NOC എടുക്കണം. പിന്നെ അത് NOC തരണമെങ്കിൽ ഒരുപാട് ചുറ്റുവട്ടങ്ങൾ ഉണ്ട് അതില്. അതിന്റെ കൃത്യമായ അളവിലുള്ള ബിൽഡിംഗ് വേണം.
പിന്നെ 24 hours വെള്ളം വരാനുള്ള ഒരു സംവിധാനം വേണം. അത് മാത്രം പോരാ, ഈ കെട്ടുന്ന തൊഴുത്തിന്റെ 4 പുറം 12 അടി വീതിയിലെ വഴി വേണം. ഈ 6 പശുവിനെ വളർത്താനോ? എന്തെന്നാ ഈ പറയണത്? ഇപ്പൊ ഈ കാലത്തൊരു പശുവിനെ വളർത്തിയിട്ടും ജീവിക്കാൻ പറ്റൂല മനുഷ്യന്. അതെന്താ ഇത് ഫാമല്ലേ, അപ്പൊ അതിന് നിയമപരമായിട്ട് വേണം. എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഫയറിന്റെ വണ്ടി വന്നിട്ട് വേണ്ട രക്ഷിക്കാൻ. ആ വണ്ടിക്ക് പോകാനാണ് ഈ 12 അടി നീളത്തിലുള്ള റോഡ്. അതിന് സാറേ ഞാൻ അവിടെ തീ കത്തിച്ച് കളിക്കല്ലോ, ഈ പാല് കറക്കാനൊന്ന് പോണൂന്നല്ലാണ്ട്. NOC കിട്ടണമെങ്കിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ. അത് ഇവിടെ നിന്ന് തരണമെങ്കിൽ ആദ്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കണം. അത് വേണം. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോണം. അത് അവിടെ മലിനീകരണങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പരിസരവാസികൾക്ക് വിഷയമൊന്നുമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടണം. ഇതെന്താ കയ്യിലെന്തത്? ഇത് പാലാണ്. പാലൊന്നും പരിശോധിക്കണ്ട, നമുക്ക് ഇത്തരം കാര്യങ്ങൾ മതി ഇവിടെ. അല്ല പരിശോധിക്കാൻ പഞ്ചായത്തില് കൊണ്ടുപോകാം, അവർക്ക് വേണ്ട. പാലൊക്കെ ഇപ്പൊ സൗഹൃദത്തിന് കിട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല, പാലൊന്നും നിൽക്കില്ല. നിങ്ങൾ ആദ്യം ഈ പേപ്പർ കൊടുത്താൽ ഞങ്ങൾ പേപ്പർ തരാം. അങ്ങനെ പഞ്ചായത്ത് പറയണ പോലെയൊക്കെ ചെയ്താൽ നമുക്ക് ലൈസൻസ് കിട്ടും. ഞാൻ ശരിയാക്കിട്ട് എന്നാ വരുന്നുണ്ട് കേട്ടോ. വല്ല കാലത്തും വന്ന പോലെ പരാതിയൊക്കെ ഞാനത് നോക്കട്ടെ. അല്ല കാണണ്ട പോലെയൊക്കെ കണ്ടാലേ, അല്ല കാണണ്ട പോലെ കണ്ടാൽ അധികം വഴുകാതെ നമുക്ക് അതിന്റെ NOC ഒക്കെ കിട്ടും. എങ്ങനെ കാണണ്ട പോലെ കണ്ടാലേ അധികം വഴുകാതെ NOC ഒക്കെ കിട്ടും. ഇവിടെ ഉണ്ടോ അത്? അതെ, ഇവിടെയും കണ്ടമാതിരി കാണുന്ന വേണല്ലോ, എന്നാലും ഇതൊക്കെ ശരിയായാലും. നമുക്കിപ്പോ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാനിപ്പോ ഇനിയിപ്പോ റെഡിയാക്കിട്ട് വരാം കേട്ടോ. നോക്കട്ടെ ഞാൻ. നാറ്റക്കേസ് കണ്ടിട്ട് സാറാമ്മ തൂങ്ങണ്ട. പശുമ്പാലി നല്ലാണ് ഇത്. അതൊക്കെ വിളിച്ചു പറഞ്ഞ് അടക്കുവകളൊക്കെ എനിക്ക് വേണം. എനിക്ക് വേണ്ട, നമുക്കിന്ന് വൈകുന്നേരം പരിപാടിയുള്ളതല്ലേ. വെച്ചല്ലേ വാങ്ങിയൊന്നല്ലോ, അത് തൈരുണ്ടാക്കാം. നല്ല കാര്യമുണ്ട്. തനി കഞ്ഞാട്ടോ. അതെ രാവട്ടാ, പരാതി സ്ട്രോങ് ആയി. പോയിന്റ് ഒരു കാര്യം നടക്കൂല. ഞാനവിടെ പോയിട്ട് പഞ്ചായത്തിൽ നിന്ന് ഫയർഫോഴ്സ് ആൾക്കാരുടെ എത്തി. പൊല്യൂഷൻ കൺട്രോൾ ഓഫീസ് ഇതാ ഇപ്പടെത്തും. ഒരു കളിയും കോയന്റെ നടക്കൂല രാവട്ടാ. ഉണ്ണിയുടെ കളി 2 വോട്ടിന് എന്നെ തോപ്പിച്ചത്. 2 വോട്ടന്ന് ഈ കോയക്കന്റെ ഭാര്യ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മെമ്പറാ. സത്യം സാറേ, ഇപ്പൊ വീട്ടില് ആരുമില്ലല്ലോ. ഇനിയിപ്പോ നമ്മള് വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി മുങ്ങിയതായിരിക്കും. അല്ല അതിനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഉണ്ട്. എന്താ സാറേ, പഞ്ചായത്ത് തൊഴുത്തിന് അനുമതി കൊടുത്താ? അയ്യോ, ഒന്നും ചെയ്തിട്ടില്ല. തൊഴുത്തും മുഴുവനും ചാണകവും മൂത്രന്നേ. അല്ല തൊഴുത്തിൽ പിന്നെ ചാണകം മൂത്രം തന്നെ ഉണ്ടാവില്ല, അല്ല പൊന്നും പണ്ടും ഉണ്ടാവില്ല. അല്ലെ തീറ്റ ഇട്ടേക്കണതിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ല, മെഷർമെന്റ്. പൊസിഷൻ എവിടെ മൂത്രം എപ്പോഴാ എത്താ, എവിടേക്കാ പോയി ഒരു പിടിയില്ല സാറേ. ഞങ്ങൾ കുറെ നേരം ഇവിടെ വന്നിട്ട്. അതേ പൊല്യൂഷനും വന്നല്ല സാർ. അതെ മതി സാറേ, ഒരു കാര്യത്തില് ഇത്ര ക്വിക്കായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുന്ന ചരിത്രത്തിൽ ആദ്യമായിരിക്കും. അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്ന് ഉണർന്നേ. നമസ്കാരം. സാറുമാര് ഇൻഫെക്ഷൻ വന്നായിരിക്കും അല്ലേ? അല്ല, ഞങ്ങൾ ഇവിടെ നല്ല പശുവും പാല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതൊരു 4-5 ലിറ്റർ മേടിക്കാമെന്ന്. സുഖം സാറേ, പിന്നെ ഇൻസ്പെക്ടർ അല്ലേ ഞങ്ങൾ ഇതിനോട് പറഞ്ഞു. അതെ, നല്ല ചൂടോടെ കറന്നെടുക്കാം. തൊഴുത്ത് അവിടെയാണ്. നിങ്ങളൊക്കെ കറന്നിട്ടിരിക്കും. കയ്യില് ഇല്ല, അത് മുഖം പൊത്തുന്ന നല്ല അമ്മാരി മണാണ് അവിടെ. അതിലെ വഴിയിലൊക്കെ ചാണകണ്ട് ചവിട്ടണ്ട. അതെ അല്ലേ?